ഇപ്പോൾ കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ആഫീസ് എവിടെയാണ്? പ്രതിപക്ഷ നേതാവിൻ്റെ ആഫീസിലല്ലേ 10-15 ആളുകൾ ഒരുമിച്ചിരുന്ന് ഗൂഢാലോചന നടത്തിയിട്ടല്ലേ ഈ വാർത്തകൾ കൊടുത്തു? അല്ല, എല്ലാവരും എന്ന് പറയില്ല. ഈ പറയുന്ന ഇത് വരാൻ പോകുന്നുണ്ട് ആശ്മി. അല്ലല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പിന്മാറില്ല. ഈ പറയുന്ന കാര്യങ്ങൾ തെളിവടക്കം അടുത്ത ദിവസങ്ങൾ വരാൻ പോകുന്ന കാര്യമാണ്. PV Anwar എന്ന MLA ആധികാരികമായ ഉത്തരവാദിത്തോട് പറയുന്നു, കേരള സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മാധ്യമ ഗൂഢാലോചനാ സംഘമുണ്ട്. 102% വരും ദിവസങ്ങളിൽ തെളിവടക്കം പുറത്തു വരും. തീർച്ചയായിട്ടും പുറത്തു വരും. അതല്ലാതെ പച്ചയായ സത്യങ്ങളല്ലേ. അതല്ലാതെ താങ്കളുടെ തടയണയ്ക്ക് പിന്നാലെ വാർത്ത കൊടുത്തതും അത് പൊളിപ്പിക്കാനിടയ സാഹചര്യം ഉണ്ടായതിലൊക്കെ മാധ്യമങ്ങളോട് പക തോന്നുന്നതല്ല. ഞാൻ ആ വിഷയം അതുകൊണ്ടായിട്ട് എനിക്ക് മാധ്യമങ്ങളോട് ഒരു പകയില്ല. അത് ഞാൻ പറയട്ടെ, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ മാധ്യമ ഗൂഢാലോചന സംഘം, 2 മാധ്യമങ്ങളുടെ പേര് പറയാം. അല്ല, ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുമ്പോൾ കൃത്യമായി പറയും. ഒരാഴ്ച കൊണ്ട് ആശ്മിക്ക് അത് കാണാം. MLA നമ്മുടെ ഒരു ഫ്ലോറിൽ വന്ന് ഉത്തരവാദിത്തോട് പറഞ്ഞതാണ്. ആരോപണം എത്രത്തോളം ഗുരുതരമാണ്? വളരെ ഗുരുതരമായിരിക്കാം, അല്ലെങ്കിൽ ചെറുതായിരിക്കും. എന്നെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ പേര് പറയൂ. മാധ്യമങ്ങളുടെ പേര് ഇപ്പൊ ഞാൻ പറയാം. മാധ്യമ പ്രവർത്തകരുടെ പേര് പറയൂ. മാധ്യമ പ്രവർത്തകരുടെയും അവരുടെ കുടുംബ ബന്ധങ്ങളും അവരുടെ സാമ്പത്തിക ഇടപാടുകളും അവരുടെ സ്രോതസ്സുകളും വന്ന വഴിയും ഇപ്പോൾ നടക്കുന്ന വഴിയും വരാൻ പോകുന്നു. Give me 1 week time. താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഒരു മാധ്യമ ഗൂഢാലോചനാ സംഘം പ്രതിപക്ഷ നേതാവിന്റെ പണം അക്കൗണ്ടിൽ വാങ്ങിക്കൊണ്ട് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു അല്ലേ? അത് തന്നെയാണല്ലോ നടക്കുന്നത്. ഈ പത്രക്കാരിൽ നല്ലൊരു ഭൂരിപക്ഷം ആളുകളും ചെലവ് പറ്റുന്നത് വി ഡി സതീശന്റെ ചെലവ് തന്നെ. സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് അറിവുണ്ടോ? ഇത് മുഖ്യമന്ത്രിക്ക് ഈ മാധ്യമ ഗൂഢാലോചന സംഘത്തെ കുറിച്ച് അറിവുണ്ടോ? അത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ ആ വിഷയം മുഖ്യമന്ത്രി അറിയിക്കേണ്ട സമയം അറിയിക്കും. അതാ പറഞ്ഞത് ഗീവ് മീ 1 week time. ഒരാഴ്ചക്കുള്ള പുറത്തുവിടും. എന്താ അങ്ങനെ മാധ്യമങ്ങളുമായിട്ട് പ്രതിപക്ഷ നേതാവ് ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാലെ ഒരു 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 മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല മിസ്റ്റർ അൻവർ. ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല. എനിക്ക് ശ്രീ സതീശനും എൻ്റെ ആരുമല്ല, മുഖ്യമന്ത്രിയല്ല, നിങ്ങളൊന്നും എൻ്റെ ആരുമല്ല. ഞാൻ പക്ഷേ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് പറയുമ്പോൾ ഒരു MLA പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ചെലവിൽ, അതായത് ജനങ്ങളുടെ ചെലവിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് ഇതേപോലൊരു ഗൂഢാലോചന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതെ. പക്ഷേ അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ശ്രീ അൻവർ കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, മിസ്റ്റർ അൻവറിന് ഇങ്ങനെയുള്ളതൊക്കെ ഫേസ് ചെയ്ത് നല്ല പരിചയമുണ്ട്. അത് ഞാനൊന്നും പറയുന്നില്ല.